പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ കണ്ടൻറ് റൈറ്റിംഗ് പ്രൊഫിഷ്യൻസി എന്ന പേപ്പറിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പേപ്പറിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ് ഇത്. 1ഉം 2ഉം ഭാഗങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു എന്ന് അറിയാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് സഹായകമാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം: പരസ്യത്തിൽ ആകർഷകമായ ശീർഷകങ്ങളുടെ പ്രാധാന്യം എന്താണ്? പരസ്യത്തിൽ ആകർഷകമായ ശീർഷകങ്ങളുടെ പ്രാധാന്യം എന്ത്? ഒരു പരസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യ വാചക ഘടകമാണ് അതിൻ്റെ ശീർഷകം അല്ലെങ്കിൽ ഹെഡ്ലൈൻ. ഒരു പരസ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യ അല്ലെങ്കിൽ വാചക ഘടകമാണ് അതിൻ്റെ ശീർഷകം. വായനക്കാരൻ്റെയോ പ്രേക്ഷകൻ്റെയോ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നത് ശീർഷകമാണ്. ഒരു വായനക്കാരൻ്റെയോ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെയോ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നത് ഒരു ശീർഷകമാണ്. ശ്രദ്ധ ആകർഷിക്കുന്നു. വിവരങ്ങളുടെ കുത്തൊഴുക്കുള്ള ഇന്നത്തെ ലോകത്ത് ഒരു പരസ്യം വായിക്കണമോ വേണ്ടയോ എന്നത് ഉപഭോക്താവ് തീരുമാനിക്കുന്നത് ശീർഷകം കണ്ടിട്ടാണ്. വിവരങ്ങളുടെ കുത്തൊഴുക്കുള്ള ഒരു ലോകമാണെന്ന് ഒരു പരസ്യം വായിക്കണോ വേണ്ടയോ എന്ന് ഒരു ഉപഭോക്താവ് തീരുമാനിക്കുന്നത് അതിൻ്റെ ശീർഷകം കണ്ടുകൊണ്ടാണ്. സന്ദേശത്തിൻ്റെ കാതൽ: ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമാക്കുന്നു. ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമാക്കുന്നു. ഉത്കണ്ഠയും താൽപ്പര്യവും ഉണർത്തുന്നു. ഉപഭോക്താവിൽ ആകാംക്ഷ ജനിപ്പിച്ച് പരസ്യത്തിൻ്റെ ബാക്കി ഭാഗം വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഉപഭോക്താവിൻ ആകാംക്ഷ ജനിപ്പിച്ച് പരസ്യത്തിൻ്റെ ബാക്കി ഭാഗം വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ബ്രാൻഡ് ഓർമ്മ നിലനിർത്തൽ: സർഗാത്മകവും ലളിതവുമായ ശീർഷകങ്ങൾ ജനമനസ്സുകളിൽ ബ്രാൻഡിൻ്റെ ചിത്രം ഉറപ്പിച്ചു നിർത്തുന്നു. സർഗാത്മകവും ലളിതവുമായ ശീർഷകങ്ങൾ ജനമനസ്സിൽ ബ്രാൻഡിൻ്റെ ചിത്രം ഉറപ്പിച്ചു നിർത്തുന്നു. 2ാമത്തെ ചോദ്യം: അച്ചടി ഡിജിറ്റൽ പരസ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അച്ചടി പരസ്യങ്ങൾ പ്രിൻ്റഡ് ആർട്സ്, ഡിജിറ്റൽ പരസ്യങ്ങൾ ഡിജിറ്റൽ ആർട്സ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അച്ചടി പരസ്യങ്ങൾ എന്നാൽ പ്രിൻ്റഡ് ആർട്സ് ആണ്. ഡിജിറ്റൽ പരസ്യങ്ങൾ എന്നാൽ ഡിജിറ്റൽ ആർട്ടാണ്. പത്രങ്ങൾ, വാരികകൾ, ലഘുലേഖകൾ തുടങ്ങിയ ഭൗതിക മാധ്യമങ്ങളിലൂടെയാണ് അച്ചടി പരസ്യങ്ങൾ വരുന്നത്. പത്രങ്ങൾ, വാരികകൾ, ലഘുലേഖകൾ എന്നിവയിലൂടെയാണ് അച്ചടി പരസ്യങ്ങൾ വരുന്നത്. വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഡിജിറ്റൽ പരസ്യങ്ങൾ വരുന്നത്. ഡിജിറ്റൽ പരസ്യങ്ങൾ വരുന്നത് വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. അച്ചടി പരസ്യങ്ങൾ ഏകപക്ഷീയമാണ്. അച്ചടി പരസ്യങ്ങൾ ഏകപക്ഷീയമാണ്. എന്നാൽ ഡിജിറ്റൽ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യാനും വീഡിയോ കാണാനും ഉടൻ തന്നെ ഉൽപ്പന്നം വാങ്ങാനും സാധിക്കും. ഡിജിറ്റൽ പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യാനും വീഡിയോ കാണുവാനും ഉടൻ തന്നെ ഉൽപ്പന്നം വാങ്ങുവാനും സാധിക്കും. അച്ചടി പരസ്യങ്ങൾ അച്ചടിച്ച ശേഷം തിരുത്താൻ കഴിയുകയില്ല. അച്ചടി പരസ്യങ്ങൾ അച്ചടിച്ച ശേഷം തിരുത്താൻ കഴിയില്ല. ചെലവും കൂടുതലാണ്. ഡിജിറ്റൽ പരസ്യങ്ങൾ കുറഞ്ഞ ചെലവിൽ തത്സമയം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നവയാണ്. എന്നാൽ ഡിജിറ്റൽ പരസ്യങ്ങൾ കുറഞ്ഞ ചെലവിൽ തത്സമയം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഡിജിറ്റൽ പരസ്യങ്ങളിൽ നിർദ്ദിഷ്ട പ്രായം, പ്രദേശം, താൽപ്പര്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് കൃത്യമായ ഉപഭോക്താക്കളിലേക്ക് പരസ്യം എത്തിക്കാൻ സാധിക്കും. ഡിജിറ്റൽ പരസ്യങ്ങൾ നിർദ്ദിഷ്ട പ്രായം, പ്രദേശം, താൽപ്പര്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് കൃത്യമായ ഉപഭോക്താക്കളിലേക്ക്, അതായത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പരസ്യം എത്തിക്കാൻ സാധിക്കും. 3ാമത്തെ ചോദ്യം: പരസ്യ ബോർഡുകളും ഔട്ട്ഡോർ പരസ്യങ്ങളും ഓൺലൈൻ പരസ്യങ്ങളിൽ നിന്ന് അവയുടെ എഴുത്ത് ശൈലിയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പരസ്യ ബോർഡുകളും ഔട്ട്ഡോർ പരസ്യങ്ങളും ഓൺലൈൻ പരസ്യങ്ങളിൽ നിന്ന് അവയുടെ എഴുത്ത് ശൈലിയിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? പരസ്യ ബോർഡുകൾ യാത്ര ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പരസ്യ ബോർഡുകൾ യാത്ര ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. അതിനാൽ അവയുടെ എഴുത്ത് ശൈലി ഓൺലൈൻ പരസ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പരസ്യങ്ങളിൽ നിന്ന് അവരുടെ എഴുത്ത് ശൈലി വ്യത്യാസമാണ്. ഔട്ട്ഡോർ പരസ്യങ്ങളിൽ 5 മുതൽ 7 വരെ വാക്കുകൾ വരെ പാടുള്ളൂ. ഔട്ട്ഡോർ പരസ്യങ്ങളിൽ 5 മുതൽ 7 വാക്കുകൾ വരെ മാത്രമേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ വാക്കുകൾ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ചുരുങ്ങിയ വാചകങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കാറുള്ളത്.
ഓൺലൈൻ പരസ്യങ്ങളിൽ കൂടുതൽ വിവരണങ്ങളും നൽകാം. ഓൺലൈൻ പരസ്യങ്ങളിൽ കൂടുതൽ വിവരങ്ങളും നൽകാൻ കഴിയും. ഔട്ട്ഡോർ പരസ്യങ്ങളിലെ അക്ഷരങ്ങൾ ദൂരത്തു നിന്ന് കണ്ടാൽ പോലും പെട്ടെന്ന് വായിക്കാൻ കഴിയുന്നത്ര വലുതും ലളിതവുമായിരിക്കും. ഔട്ട്ഡോർ പരസ്യങ്ങളിലെ അക്ഷരങ്ങൾ ദൂരത്തു നിന്ന് കണ്ടാൽ പോലും പെട്ടെന്ന് വായിക്കാൻ കഴിയുന്നത്ര വലുതും ലളിതവുമായിരിക്കും. ഓൺലൈൻ പരസ്യങ്ങളിൽ ഫോണ്ടും വലിപ്പവും ചെറുതായിരിക്കും. ഓൺലൈൻ പരസ്യങ്ങളിലെ ഫോണ്ടും വലിപ്പവും ചെറുതാണ്. ഔട്ട്ഡോർ പരസ്യങ്ങൾ വായിക്കാൻ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ലഭ്യമാകൂ. ഓൺലൈൻ പരസ്യങ്ങൾ ഉപഭോക്താവിന് സ്വന്തം സൗകര്യത്തിനനുസരിച്ച് സമയമെടുത്ത് വായിക്കാവുന്നവയാണ്. ഓൺലൈൻ പരസ്യങ്ങൾ ഉപഭോക്താവിന് സ്വന്തം സൗകര്യത്തിനനുസരിച്ച് സമയമെടുത്ത് വായിക്കാൻ കഴിയും. 4-ാമത്തെ ചോദ്യം, പബ്ലിസിറ്റിക്കായി എഴുതുന്നതിൽ സംഗ്രഹം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പബ്ലിസിറ്റിക്കായി തയ്യാറാക്കുന്ന പ്രസ് റിലീസുകൾ, ലഘുരേഖകൾ എന്നിവയിൽ ആശയ സംഗ്രഹം വളരെ പ്രധാനമുള്ളതാണ്. പബ്ലിസിറ്റിക്കായി തയ്യാറാക്കുന്ന പ്രസ് റിലീസുകൾ, ലഘുലേഖകൾ എന്നിവയിൽ ആശയ സംഗ്രഹം വളരെ പ്രധാനമുള്ള ഒന്നാണ്. മാധ്യമപ്രവർത്തകർക്കും എഡിറ്റർമാർക്കും ദിവസേന നൂറുകണക്കിന് വാർത്തകൾ ലഭിക്കുന്നുണ്ട്. വാർത്തകളാണ് ലഭിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ കാതലായ വിവരം നൽകുന്ന പബ്ലിസിറ്റി മെറ്റീരിയലുകൾക്ക് മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം മാധ്യമപ്രവർത്തകർ സമയം ലാഭിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ കാതലായ വിവരം നൽകുന്ന പബ്ലിസിറ്റി മെറ്റീരിയലുകൾക്ക് മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, പ്രധാന വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ. സംഗ്രഹങ്ങൾ നൽകുന്നതിലൂടെ ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട് എന്ന അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വായനക്കാരന് ആദ്യ നോട്ടത്തിൽ തന്നെ ലഭിക്കുന്നു. സംഗ്രഹങ്ങൾ നൽകുന്നതിലൂടെ ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട് എന്നീ അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വായനക്കാരന് ആദ്യ നോട്ടത്തിൽ തന്നെ ലഭിക്കുന്നു. മറ്റൊന്ന് ആശയ വ്യക്തതയാണ്. അധിക വിവരണങ്ങളും അനാവശ്യ വാക്കുകളും ഒഴിവാക്കുന്നതിലൂടെ പ്രധാന സന്ദേശം വ്യക്തമായും തെറ്റിദ്ധാരണകളില്ലാതെയും ആശയവിനിമയം ചെയ്യപ്പെടുന്നു. അധിക വിവരണങ്ങളും അനാവശ്യ വാക്കുകളും ഒഴിവാക്കുന്നതിലൂടെ പ്രധാന സന്ദേശം വ്യക്തമായും തെറ്റിദ്ധാരണകളില്ലാതെയും ആശയവിനിമയം ചെയ്യപ്പെടുന്നു. 5-ാമത്തെ ചോദ്യം നോക്കാം. പൊതുപരിപാടികൾക്കായി ഫലപ്രദമായ പ്രസംഗരചനയുടെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? പൊതുപരിപാടികൾക്കായുള്ള ഫലപ്രദമായ പ്രസംഗരചനയുടെ ഘടകങ്ങൾ. പൊതുപരിപാടികളിൽ ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഫലപ്രദമായ പ്രസംഗരചനയ്ക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. 1. ആകർഷകമായിട്ടുള്ളൊരു ആമുഖം വേണം, ഇൻട്രഡക്ഷൻ വേണം. കേൾവിക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റുന്ന ചോദ്യാവലിയോ ചൊല്ലുകളോ അനുഭവവാക്യങ്ങളോ ഉപയോഗിച്ച് പ്രസംഗം ആരംഭിക്കുക. കേൾവിക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റുന്ന ചോദ്യാവലികളോ ചൊല്ലുകളോ കവിതാശകലങ്ങളോ അനുഭവവാക്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് പ്രസംഗം ആരംഭിക്കുക. 2. വ്യക്തമായിട്ടുള്ള ഒരു ഉള്ളടക്കം വേണം. പ്രസംഗത്തിൽ പ്രധാനമായ വിഷയം യുക്തിസഹമായും ക്രമാനുഗതമായും അവതരിപ്പിക്കണം. പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം യുക്തിസഹമായും ക്രമാനുഗതമായും അവതരിപ്പിക്കുക. ശ്രോതാക്കളെ തിരിച്ചറിയൽ. കേൾവിക്കാരുടെ പ്രായം, സംസ്കാരം, അറിവിൻ്റെ നിലവാരം എന്നിവയ്ക്ക് അനുയോജ്യമായ ഭാഷയും ഉദാഹരണങ്ങളുമാണ് ഉപയോഗിക്കേണ്ടത്. കേൾവിക്കാരാരാണോ അവരുടെ പ്രായം, സംസ്കാരം, അറിവിൻ്റെ നിലവാരം എന്നിവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഭാഷയും ഉദാഹരണങ്ങളും ഉപയോഗിക്കാം. ശക്തമായിട്ടുള്ള ഉപസംഹാരം വേണം. പ്രസംഗത്തിൻ്റെ പ്രധാന ആശയം ചുരുക്കി പറയുകയും ചിന്തിപ്പിക്കുന്നതോ പ്രചോദിപ്പിക്കുന്നതോ ആയ സന്ദേശത്തോടെ ആയിരിക്കണം പ്രസംഗം അവസാനിപ്പിക്കേണ്ടത്. പ്രസംഗത്തിൻ്റെ പ്രധാന ആശയം ചുരുക്കി പറയുകയും ചിന്തിപ്പിക്കുന്നതോ പ്രചോദിപ്പിക്കുന്നതോ ആയ സന്ദേശത്തോടെയാണ് പ്രസംഗം അവസാനിപ്പിക്കാൻ. 6-ാമത്തെ ചോദ്യം, ഉള്ളടക്ക സൃഷ്ടാക്കൾക്ക് സോഷ്യൽ മീഡിയ ഒരു പ്രധാന പ്ലാറ്റ്ഫോം ആയിരിക്കുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലാറ്റ്ഫോമാണ്. 1. ഗ്ലോബൽ റീച്ചാണ്, ആഗോള പ്രാപ്തി. ഇടനിലക്കാരുടെ സഹായമില്ലാതെ തന്നെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ കടന്ന് കോടിക്കണക്കിന് ആളുകളിലേക്ക് കണ്ടന്റുകൾ എത്തിക്കാൻ സാധിക്കുന്നു. ഇടനിലക്കാരുടെ സഹായമില്ലാതെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾ കടന്ന് കോടിക്കണക്കിന് ആളുകളിലേക്ക് കണ്ടന്റുകൾ എത്തിക്കാൻ സാധിക്കുന്നു. 2.
ചെലവ് കുറഞ്ഞ പ്രസാധനം. വൻകിട മാധ്യമങ്ങളെ പോലെ ഭീമമായിട്ടുള്ള തുക മുടക്കാതെ തന്നെ സ്വന്തം സർഗാത്മകത പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. വൻകിട മാധ്യമങ്ങളെ പോലെ ഭീമമായിട്ടുള്ള തുക മുടക്കാതെ സ്വന്തം സർഗാത്മകത ചെലവ് കുറഞ്ഞ രീതിയിൽ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഉടൻ ലഭിക്കുന്ന പ്രതികരണമാണ് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്. ലൈക്കുകൾ, കമൻറ്റുകൾ, ഷെയറുകൾ എന്നിവയിലൂടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തത്സമയം മനസ്സിലാക്കാനും കണ്ടൻറ്റ് മെച്ചപ്പെടുത്താനും സാധിക്കും. ലൈക്കുകൾ, കമൻറ്റുകൾ, ഷെയറുകൾ എന്നിവയിലൂടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തത്സമയം മനസ്സിലാക്കാനും കണ്ടൻറ്റ് മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. മറ്റൊന്ന് മോണിറ്റൈസേഷൻ അഥവാ വരുമാന മാർഗങ്ങളാണ്. സ്പോൺസർഷിപ്പ്, പരസ്യങ്ങൾ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിവയിലൂടെ സ്വതന്ത്രമായി വരുമാനം കണ്ടെത്താനുള്ള അവസരം നൽകുന്നു. സ്പോൺസർഷിപ്പ്, പരസ്യങ്ങൾ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിവയിലൂടെ സ്വതന്ത്രമായി വരുമാനം കണ്ടെത്താനുള്ള അവസരം നൽകുന്നു. ഏഴാമത്തെ ചോദ്യം, ദൃശ്യ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഒരു റേഡിയോ ജോക്കി അല്ലെങ്കിൽ വീഡിയോ ജോക്കിയുടെ പങ്ക് എന്താണ്? ദൃശ്യ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഒരു റേഡിയോ ജോക്കി അല്ലെങ്കിൽ വീഡിയോ ജോക്കിയുടെ പങ്കെന്ത്? റേഡിയോ ജോക്കി എന്ന് പറഞ്ഞാൽ RJ ആണ്, വീഡിയോ ജോക്കി VJ എന്നിവർ മാധ്യമ ഉള്ളടക്കങ്ങളെ ആകർഷകവും ജനകീയമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവർ മാധ്യമ ഉള്ളടക്കങ്ങളെ ആകർഷകവും ജനകീയവുമാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. ആശയവിനിമയ ഭംഗി, ശബ്ദ നിയന്ത്രണം, ഭാഷാശൈലി, തമാശ രൂപേണയുള്ള സംഭാഷണം എന്നിവയിലൂടെ വിരസമായ വിഷയങ്ങളെപ്പോലും രസകരമായി മാറ്റുന്നു. ശബ്ദ നിയന്ത്രണം, ഭാഷാശൈലി, തമാശ രൂപേണയുള്ള സംഭാഷണം എന്നിവയിലൂടെ വിരസമായ വിഷയങ്ങളെപ്പോലും രസകരമായി ഇവർ അവതരിപ്പിക്കുന്നു. ശ്രോതാക്കളും അല്ലെങ്കിൽ പ്രേക്ഷകരുമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായ സംഭാഷണ ശൈലിയിലൂടെ പ്രേക്ഷകരുമായും ശ്രോതാക്കളുമായും അടുത്ത ബന്ധം, പേഴ്സണൽ കണക്ഷൻ സ്ഥാപിച്ചെടുക്കുന്നു. വ്യക്തിപരമായ സംഭാഷണ ശൈലിയിലൂടെ പ്രേക്ഷകരുമായും ശ്രോതാക്കളുമായും ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. തത്സമയ അവതരണമാണ്. അപ്രതീക്ഷിതമായ സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും തത്സമയം സമർത്ഥമായി കൈകാര്യം ചെയ്യാനും ക്രിയേറ്റീവായി അവതരിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും തത്സമയം സമർത്ഥമായി കൈകാര്യം ചെയ്യാനും ക്രിയേറ്റീവായി അവതരിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നു. വിനോദത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ പ്രേക്ഷകരിലേക്കും ശ്രോതാക്കളിലേക്കും ലളിതമായി എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. വിനോദത്തോടൊപ്പം തന്നെ സാമൂഹികമായ പ്രസക്തമായ വിഷയങ്ങൾ പ്രേക്ഷകരിലേക്കും ശ്രോതാക്കളിലേക്കും ലളിതമായി എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നു. എട്ടാമത്തെ ചോദ്യം, പത്രപ്രവർത്തനത്തിലെ ഉള്ളടക്ക മേഖലയ്ക്ക് യാത്രാ വിവരണം എങ്ങനെ സംഭാവന ചെയ്യാൻ കഴിയും? മാധ്യമപ്രവർത്തനത്തിൽ യാത്രാ വിവരണങ്ങൾ, ട്രാവൽ ജേർണലിസം വളരെ സവിശേഷമായ പങ്ക് വഹിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തനത്തിൽ യാത്രാ വിവരണങ്ങൾ അഥവാ ട്രാവൽ ജേർണലിസം വളരെ സവിശേഷമായ പങ്ക് വഹിക്കുന്നു. ഒന്ന്, സാംസ്കാരികമായ കൈമാറ്റം. വിവിധ പ്രദേശങ്ങളിലെ സംസ്കാരം, ആചാരങ്ങൾ, ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ എന്നിവ വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. വിവിധ പ്രദേശങ്ങളിലെ സംസ്കാരം, ആചാരങ്ങൾ, ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ എന്നിവ വായനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. രണ്ട്, ടൂറിസം വികസനം. അധികമാരും അറിയാത്ത ചരിത്ര പ്രാധാന്യമുള്ളതും മനോഹരവുമായ സ്ഥലങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് ടൂറിസം മേഖലയ്ക്ക് പിന്തുണ നൽകുന്നു. അധികമാരും അറിയാത്ത ചരിത്ര പ്രാധാന്യമുള്ളതും മനോഹരവുമായ സ്ഥലങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ടൂറിസം മേഖലയ്ക്ക് പിന്തുണ നൽകുന്നു. യാത്രാ വിവരണങ്ങൾ റിപ്പോർട്ടറുടെ നേരിട്ടുള്ള അനുഭവങ്ങളായതിനാൽ അവർക്ക് കൂടുതൽ വിശ്വസനീയതയും വായനാ സുഖവും ഉണ്ടാകുന്നുണ്ട്. യാത്രാ വിവരണങ്ങൾ റിപ്പോർട്ടറുടെ നേരിട്ടുള്ള അനുഭവങ്ങളായതുകൊണ്ട് അവർക്ക് കൂടുതൽ വിശ്വസനീയതയും വായനാ സുഖവും ഉണ്ടാകും. ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾക്ക് പുറമേ അതത് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും സാമ്പത്തിക സ്ഥിതിയും പത്രപ്രവർത്തനവുമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾക്ക് പുറമേ അതത് പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളും സാമ്പത്തിക സ്ഥിതിയും പത്രപ്രവർത്തനപരമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം, കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരസ്യത്തിനായി ആകർഷകമായ ഒരു മുദ്രാവാക്യം തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മുദ്രാവാക്യം തിരഞ്ഞെടുത്തത് എന്ന് 2-3 വാചകങ്ങൾ വിശദീകരിക്കുകയും വേണം. ഒന്ന്, മുദ്രാവാക്യം സ്ലോഗനാണ്: പച്ചപ്പിൻ്റെ താളം, പ്രകൃതിയുടെ ഈണം, സ്വാഗതം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്. പച്ചപ്പിൻ്റെ താളം,
പ്രകൃതിയുടെ ഈണം. സ്വാഗതം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക്. കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ പച്ചപ്പും പ്രകൃതി സൗന്ദര്യവുമാണ് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. താളം, ഈണം എന്നീ പദങ്ങൾ കേരളത്തിൻ്റെ ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷത്തെയും സാംസ്കാരിക സമ്പന്നതയുമാണ് സൂചിപ്പിക്കുന്നത്. താളം, ഈണം എന്നീ പദങ്ങൾ കേരളത്തിൻ്റെ ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷത്തെയും സാംസ്കാരിക സമ്പന്നതയെയും സൂചിപ്പിക്കുന്നു. ലളിതവും ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നതുമായ ഈ വാചകം സഞ്ചാരികളിൽ കേരളം സന്ദർശിക്കാനുള്ള ആഗ്രഹമുണർത്താൻ ഏറെ അനുയോജ്യമാണ്. ലളിതവും ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നതുമായ ഈ വാചകം സഞ്ചാരികളിൽ കേരളം സന്ദർശിക്കാനുള്ള ആഗ്രഹമുണർത്താൻ ഏറെ അനുയോജ്യം. 10ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. കേരളത്തിലെ റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിനിൽ ഒരു പ്രാദേശിക റേഡിയോ സ്റ്റേഷനിൽ സംപ്രേഷണം ചെയ്യുന്നതിന് ഒരു പ്രമോ പ്രഖ്യാപനം തയ്യാറാക്കുക. റേഡിയോ പ്രമോ സ്ക്രിപ്റ്റാണ് കേട്ടോ. അമിത വേഗത്തിൽ പോകുന്ന വണ്ടിയുടെ ശബ്ദവും പെട്ടെന്നുള്ള ബ്രേക്ക് ശബ്ദവും. അമിത വേഗത്തിൽ പോകുന്ന വണ്ടിയുടെ ശബ്ദവും പെട്ടെന്നുള്ള ബ്രേക്ക് ശബ്ദവും കേൾപ്പിക്കുക. എന്നിട്ട് ആങ്കർ വളരെ സൗമ്യവും ഗൗരവമുള്ളതുമായൊരു ശബ്ദത്തിലാണ് പറയേണ്ടത്. ഒരു നിമിഷത്തെ അശ്രദ്ധ തകർത്ത് കളയുന്നത് ഒരു ആയുസ്സിൻ്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ തകർത്ത് കളയുന്നത് ഒരു ആയുസ്സിൻ്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. റേഡിയോ കൊച്ചി നൽകുന്ന റോഡ് സുരക്ഷാ സന്ദേശം. റേഡിയോ കൊച്ചി നൽകുന്ന റോഡ് സുരക്ഷാ സന്ദേശം. പിന്നീട് മ്യൂസിക്കാണ്. മന്ദഗതിയിലുള്ള പശ്ചാത്തല സംഗീതമാകാം. തുടർന്ന് ആങ്കർ. റോഡിലിറങ്ങുമ്പോൾ ഓർക്കുക, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും നിങ്ങളുടെ ജീവൻ്റെ കവചമാണ്. റോഡിലിറങ്ങുമ്പോൾ ഓർക്കുക, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും നിങ്ങളുടെ ജീവൻ്റെ കവചമാണ്. വേഗതയല്ല, സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണ് പ്രധാനം. വേഗതയല്ല, സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതാണ് പ്രധാനം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വീട്ടിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കായി വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കുക. സുരക്ഷിതമായി വാഹനം ഓടിക്കൂ. ജീവൻ അമൂല്യമാണ്. റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി ജനനന്മക്കായി റേഡിയോ കൊച്ചി അവതരിപ്പിക്കുന്നു. സുരക്ഷിതമായി വാഹനം ഓടിക്കൂ. ജീവൻ അമൂല്യമാണ്. റോഡ് സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി ജനനന്മക്കായി റേഡിയോ കൊച്ചി അവതരിപ്പിക്കുന്നു. 11ാമത്തെ ചോദ്യം നോക്കാം. പരസ്യത്തിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഉള്ളടക്കം തയ്യാറാക്കുന്നതിൽ അടിവരയിട്ട വരികളുടെയും മുദ്രാവാക്യങ്ങളുടെയും പങ്ക് വിശകലനം ചെയ്യുക. പരസ്യകലയിൽ സന്ദേശം ഉപഭോക്താവിലേക്ക് വേഗത്തിലും ഫലപ്രദമായും എത്തിക്കുന്നതിന് അടിവരയിട്ട വരികൾക്കും സബ്ലൈൻസ് അല്ലെങ്കിൽ ടാഗ് ലൈൻസ്, മുദ്രാവാക്യങ്ങൾക്കും സ്ലോഗൻസിനും നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. പരസ്യകലയിൽ സന്ദേശം ഉപഭോക്താവിലേക്ക് വേഗത്തിലും ഫലപ്രദമായും എത്തിക്കുന്നതിൽ അടിവരയിട്ട വരികൾക്കും സബ്ലൈൻസ് അഥവാ ടാഗ് ലൈൻസ്, മുദ്രാവാക്യങ്ങൾക്ക് അഥവാ സ്ലോഗൻസിനും നിർണായകമായ പങ്കുണ്ട്. എന്താണെന്ന് നോക്കാം. അവ 1. പ്രധാന ശീർഷകം. ഹെഡ്ലൈൻസ് ശ്രദ്ധ ആകർഷിക്കുമ്പോൾ അടിവരയിട്ട വരികൾ വിഷയം കൂടുതൽ വ്യക്തമാക്കുകയും ഉൽപ്പന്നത്തിൻ്റെ പ്രധാന മേന്മകൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഹെഡ്ലൈൻസ് ശ്രദ്ധ ആകർഷിക്കുമ്പോൾ അടിവരയിട്ട വരികൾ വിഷയം കൂടുതൽ വ്യക്തമാക്കുകയും ഉൽപ്പന്നത്തിൻ്റെ പ്രധാന മേന്മകൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. 2. ബ്രാൻഡ് ഐഡൻറ്റിറ്റിയാണ്. ഒരു ബ്രാൻഡിൻ്റെ കാഴ്ചപ്പാടും മൂല്യവും പ്രതിഫലിപ്പിക്കുന്നത് അതിൻ്റെ മുദ്രാവാക്യമാണ്. ഒരു ബ്രാൻഡിൻ്റെ കാഴ്ചപ്പാടും മൂല്യവും പ്രതിഫലിപ്പിക്കുന്നത് അതിൻ്റെ മുദ്രാവാക്യമാണ്. ഉദാഹരണത്തിന് കണക്റ്റിംഗ് പീപ്പിൾ എന്ന മുദ്രാവാക്യം കൊണ്ട് ഒരു ബ്രാൻഡ് ജനമനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. കണക്റ്റിംഗ് പീപ്പിൾ എന്ന ഒറ്റ മുദ്രാവാക്യം കൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് ജനമനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽമയുടെ പരസ്യവാചകമൊക്കെ ഇതുമായി ചേർത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. കേരളം കണി കൊണ്ടുണരുന്ന നന്മ എന്ന മുദ്രാവാക്യമൊക്കെ നമുക്ക് എടുത്ത് ചേർത്ത് എഴുതാവുന്നതാണ്. ഇനി ഓർമ്മ നിലനിർത്തൽ. ഈണമുള്ളതും ലളിതവുമായ മുദ്രാവാക്യങ്ങൾ ഉപഭോക്താക്കളുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. ഈണമുള്ളതും ലളിതവുമായ മുദ്രാവാക്യങ്ങൾ ഉപഭോക്താക്കളുടെ മനസ്സിൽ ദീർഘകാലം നിലനിൽക്കും. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പരസ്യമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇത് ഉൽപ്പന്നം വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ആ ബ്രാൻഡ്
തിരഞ്ഞെടുക്കാൻ പ്രേരണയാകുന്നു. ഇത് ഉൽപ്പന്നം വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ആ ബ്രാൻഡ് തിരഞ്ഞെടുക്കാൻ പ്രേരണയാകുന്നു. മറ്റൊന്ന് വിശ്വാസ്യത വളർത്തലാണ്. ഉപഭോക്താവിന് നൽകുന്ന ഉറപ്പ് വ്യക്തമാക്കാൻ ഇവ സഹായിക്കുന്നുണ്ട്. ഉപഭോക്താവിന് നൽകുന്ന ഉറപ്പ് വ്യക്തമാക്കാൻ ഇവ സഹായിക്കുന്നു. പരസ്യത്തിൻ്റെ ഉള്ളടക്കം കൂടുതൽ ആകർഷകവും സംക്ഷിപ്തവുമാകാൻ ഇവ അത്യാവശ്യവുമാണ്. പരസ്യത്തിൻ്റെ ഉള്ളടക്കം കൂടുതൽ ആകർഷകവും സംക്ഷിപ്തവുമാവാൻ ഇവ അത്യാവശ്യമാണ്. 12ാമത്തെ ചോദ്യം, പബ്ലിക് റിലേഷൻസിലും പ്രമോഷൻ ക്യാമ്പയിനുകളിലും ഉപയോക്താക്കളുടെ പ്രാധാന്യം ചർച്ച ചെയ്യുക. പബ്ലിക് റിലേഷൻസ് PR ഏതൊരു പ്രമോഷൻ ക്യാമ്പയിനിലും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു ഉപയോക്താക്കളാണ്, കൺസ്യൂമറുകളാണ്. പബ്ലിക് റിലേഷൻസിലും ഏതൊരു പ്രമോഷൻ ക്യാമ്പയിനിലും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവ് തന്നെയാണ്. ലക്ഷ്യവിഭാഗത്തെ നിർണ്ണയിക്കൽ. ക്യാമ്പയിനുകൾ ആസൂത്രണം ചെയ്യുന്നത് ഉപഭോക്താക്കളുടെ പ്രായം, താൽപ്പര്യം, ആവശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ്. ക്യാമ്പയിനുകൾ ആസൂത്രണം ചെയ്യുന്നത് ഉപഭോക്താവിൻ്റെ പ്രായം, താൽപ്പര്യം, ആവശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ്. ഉപഭോക്താക്കളെ മനസ്സിലാക്കാതെയുള്ള ക്യാമ്പയിനുകൾ പരാജയപ്പെടുന്നതാണ്. ഉപഭോക്താക്കൾ ആരാണെന്ന് മനസ്സിലാക്കാതെയുള്ള ക്യാമ്പയിനുകൾ പരാജയപ്പെടും. ബ്രാൻഡ് അംബാസഡർമാർ. സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കൾ തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളായി മാറുന്നത്. സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കൾ തന്നെയാണ്, കൺസ്യൂമേഴ്സ് തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ. വാമൊഴിയായുള്ള പ്രചാരണം, വേർഡ് ഓഫ് മൗത്ത് പ്രൊമോഷൻ വഴി ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ഇവർക്ക് കഴിയും. വാമൊഴിയായിട്ടുള്ള പ്രചാരണം വഴി പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. 3ാമത്തേത് ഫീഡ്ബാക്കും മെച്ചപ്പെടുത്തലുമാണ്. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളാണ് PR പ്രവർത്തനങ്ങളുടെ വിജയം. കൺസ്യൂമറുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണമാണ് PR പ്രവർത്തനങ്ങളുടെ വിജയം. അളക്കുന്നതിനുള്ള മാനദണ്ഡം ഇത് സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഈ പ്രവർത്തനങ്ങളുടെ വിജയം അളക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം ഇത് സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. മറ്റൊന്ന് പരസ്പര വിശ്വാസം വളർത്തലാണ്. കൺസ്യൂമറുമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ സ്ഥാപനത്തിന് സമൂഹത്തിൽ നല്ലൊരു പ്രതിച്ഛായ, ഗുഡ് വിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു. ഉപഭോക്താക്കളുമായിട്ടുള്ള സുതാര്യമായ ആശയവിനിമയത്തിലൂടെ സ്ഥാപനത്തിന് സമൂഹത്തിൽ നല്ലൊരു ഗുഡ് വിൽ, പ്രതിച്ഛായ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം, പബ്ലിസിറ്റി ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഒരാൾ ഒരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ വസ്തുനിഷ്ഠമായി അവലോകനം ചെയ്യുന്നത് എങ്ങനെ? പബ്ലിസിറ്റിക്കായി ഒരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ കുറിച്ച് വസ്തുനിഷ്ഠമായി അവലോകനം ചെയ്യുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പബ്ലിസിറ്റിക്കായി ഒരു ഉൽപ്പന്നത്തെയോ സേവനത്തെയോ കുറിച്ച് വസ്തുനിഷ്ഠമായി അവലോകനം ചെയ്യുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. സത്യസന്ധതയും കൃത്യതയും. അനാവശ്യമായി പെരുപ്പിച്ചു കാട്ടലുകൾ ഒഴിവാക്കി ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ ഗുണമേന്മകളും സവിശേഷതകളും സത്യസന്ധമായി അവതരിപ്പിക്കണം. അനാവശ്യമായി പെരുപ്പിച്ചു കാട്ടലുകൾ ഒഴിവാക്കിയിട്ട് ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ ഗുണമേന്മകളും സവിശേഷതകളുമാണ് സത്യസന്ധമായി അവതരിപ്പിക്കേണ്ടത്. ഉപഭോക്തൃ കേന്ദ്രീകൃത നിരീക്ഷണം. ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപഭോക്താവിന് ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നത് എന്ന് വിശകലനം ചെയ്യുക. ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉപഭോക്താവിൻ്റെ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കാണുന്നത് എന്ന് വിശകലനം ചെയ്യണം. താരതമ്യ പഠനം. വിപണിയിലെ സമാനമായ മറ്റു ഉൽപ്പന്നങ്ങളുമായി താരതമ്യം ചെയ്ത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. വിപണിയിലെ സമാനമായ മറ്റു ഉൽപ്പന്നങ്ങളുമായി താരതമ്യം ചെയ്ത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. ആധികാരിക തെളിവുകൾ, സ്ഥിതിവിവര കണക്കുകൾ, ഉപഭോക്തൃ അനുഭവങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ എന്നിവ അടിസ്ഥാനമാക്കി അവലോകനം തയ്യാറാക്കുന്നത് പബ്ലിസിറ്റി മെറ്റീരിയലിൻ്റെ വിശ്വസനീയത വർദ്ധിപ്പിക്കുന്നതാണ്. സ്ഥിതിവിവര കണക്കുകൾ, ഉപഭോക്തൃ അനുഭവങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ എന്നിവ അടിസ്ഥാനമാക്കി അവലോകനം തയ്യാറാക്കുന്നത് പബ്ലിസിറ്റി മെറ്റീരിയലിൻ്റെ വിശ്വസനീയത വർദ്ധിപ്പിക്കുന്നു. 14ാമത്തെ ചോദ്യം, ഔപചാരികവും ആകർഷകവുമായ ഒരു ക്ഷണക്കത്ത് എഴുതുന്നതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഔപചാരികവും ആകർഷകവുമായ ഒരു ക്ഷണക്കത്ത് എഴുതുന്നതിൻ്റെ പ്രധാന ഘടകങ്ങൾ.
പൊതുപരിപാടികൾക്കോ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കോ ആകർഷകവും ഔപചാരികവുമായ ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുപരിപാടികൾക്കോ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്കോ ആകർഷകവും ഔപചാരികവുമായ ഫോർമൽ ഇൻവിറ്റേഷൻസ് എന്ന് പറയും. അത് തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. സംഘാടകരുടെ വിവരം. പരിപാടി സംഘടിപ്പിക്കുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേരും ലോഗോയും നൽകേണ്ടതാണ്. പരിപാടി സംഘടിപ്പിക്കുന്ന വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേരും ലോഗോയും നൽകണം. ക്ഷണക്കത്തിൻ്റെ ലക്ഷണം. ഏത് പരിപാടിക്കാണ് ക്ഷണിക്കുന്നതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഏത് പരിപാടിക്കാണ് ക്ഷണിക്കുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. തീയതി, സമയം, സ്ഥലം. വായനക്കാരന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ തീയതിയും കൃത്യമായ സമയവും വേദിയുടെ വിവരണവും ഉണ്ടായിരിക്കണം. വായനക്കാരന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ തീയതി, കൃത്യമായ സമയം, വേദി എന്നിവയെക്കുറിച്ചുള്ള വിവരണം ഉണ്ടായിരിക്കേണ്ടതാണ്. മുഖ്യാതിഥികൾ. പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളുടെ വിവരങ്ങളും അവരുടെ പദവിയും ഉൾപ്പെടുത്തണം. പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളുടെ വിവരങ്ങളും അവരുടെ പദവിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. സ്വാഗത സന്ദേശവും ആദരവും. വിനയപൂർവമായിട്ടുള്ള ക്ഷണവാക്കുകളും അവസാന ഭാഗത്ത് മറുപടി അയക്കേണ്ട വിലാസം, ഫോൺ നമ്പർ എന്നിവ നൽകേണ്ടതാണ്. വിനയപൂർവമായിട്ടുള്ള ക്ഷണവാക്കുകളും അവസാന ഭാഗത്ത് മറുപടി അയക്കേണ്ട വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി നമ്മൾ 15ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ഒരു ഔട്ട്ഡോർ പരസ്യത്തിനായി ഒരു ക്യാൻവാസ് സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒരു ഔട്ട്ഡോർ പരസ്യത്തിനായി ഒരു ക്യാൻവാസ് സൃഷ്ടിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ. ഒരു ഔട്ട്ഡോർ പരസ്യത്തിന് വഴിപോക്കരുടെയും യാത്രക്കാരുടെയും ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചെടുക്കേണ്ടതാണ്. ഒരു ഔട്ട്ഡോർ പരസ്യ ക്യാൻവാസ് രൂപകൽപ്പന ചെയ്യുന്നതിൽ ചില ഘടകങ്ങൾ പറഞ്ഞു തരാം. 1. ലക്ഷ്യവും പ്രേക്ഷകരെ നിർണ്ണയിക്കലും. പരസ്യത്തിൻ്റെ പ്രധാന സന്ദേശം അത് കാണേണ്ട യാത്രക്കാരായ പ്രേക്ഷകരെയും ആദ്യം നിർണ്ണയിക്കുന്നു. പരസ്യത്തിൻ്റെ പ്രധാന സന്ദേശം അത് കോർ മെസ്സേജും അത് കാണേണ്ട യാത്രക്കാരായ പ്രേക്ഷകരും ടാർഗറ്റ് ഓഡിയൻസും ആദ്യം നിർണ്ണയിക്കുക. ചുരുങ്ങിയതും ശക്തവുമായ ഒരു വാചകം തയ്യാറാക്കണം. 5 മുതൽ 7 വരെ വാക്കുകളിൽ കവിയാത്തതും ദൂരത്തുനിന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നതുമായ ശീർഷകം നിശ്ചയിക്കണം. 5 മുതൽ 7 വരെ വാക്കുകളിൽ കവിയാത്തതും ദൂരത്തുനിന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നതുമായ ശീർഷകം നിശ്ചയിക്കണം. ദൃശ്യ ഘടകങ്ങൾ. ആകർഷകവും വിഷയത്തിന് അനുയോജ്യവുമായ ഉയർന്ന ഗുണനിലവാരമുള്ള ചിത്രങ്ങളോ ലോഗോയോ തിരഞ്ഞെടുക്കണം. ആകർഷകവും വിഷയത്തിന് അനുയോജ്യവുമായ ഉയർന്ന ഗുണനിലവാരവുമുള്ള ചിത്രങ്ങളോ ലോഗോയോ തിരഞ്ഞെടുക്കണം. വർണ്ണവിന്യാസവും ഫോണ്ടും. ദൂരക്കാഴ്ചയിൽ വ്യക്തമായി തെളിയുന്ന വലിയ ഫോണ്ടുകളും പശ്ചാത്തലമായി നല്ല കോൺട്രാസ്റ്റ് ഉണ്ടാക്കുന്ന നിറങ്ങളും, ഉദാഹരണത്തിന് മഞ്ഞയും കറുപ്പുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ദൂരക്കാഴ്ചയിൽ വ്യക്തമായി തെളിയുന്ന വലിയ ഫോണ്ടും പശ്ചാത്തലമായി നല്ല കോൺട്രാസ്റ്റ് ഉണ്ടാക്കുന്ന നിറങ്ങൾ, ഉദാഹരണത്തിന് മഞ്ഞയും കറുപ്പുമെല്ലാം ഉപയോഗിക്കാം. മറ്റൊന്ന് ലേഔട്ടും ക്രമീകരണവും അന്തിമ ഫിനിഷിങ്ങുമാണ്. ചിത്രങ്ങളും അക്ഷരങ്ങളും ലോഗോയും ക്യാൻവാസിൽ ശരിയായ അനുപാതത്തിൽ ക്രമീകരിച്ച് കൃത്യമായ കോണ്ടാക്ട് വിവരങ്ങളോടെ ക്യാൻവാസ് അന്തിമമായി തയ്യാറാക്കുന്നു. ചിത്രങ്ങളും അക്ഷരങ്ങളും ലോഗോയും ക്യാൻവാസിൽ ശരിയായ അനുപാതത്തിൽ ക്രമീകരിച്ച് കൃത്യമായ കോണ്ടാക്ട് വിവരങ്ങളോടെ ക്യാൻവാസ് അന്തിമമായി തയ്യാറാക്കുന്നു. 16ാമത്തെ ചോദ്യം. ആധുനിക പത്രപ്രവർത്തനത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പങ്ക് വിശകലനം ചെയ്യുക. ആധുനിക പത്രപ്രവർത്തനത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വാർത്താ വിതരണത്തിലും ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ആധുനിക പത്രപ്രവർത്തനത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വാർത്താ വിതരണത്തിലും ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 1. തത്സമയ വാർത്താ വിതരണം. പരമ്പരാഗത മാധ്യമങ്ങൾ അച്ചടിക്കുന്നതിനോ സംപ്രേഷണം ചെയ്യുന്നതിനോ മുൻപ് തന്നെ വാർത്തകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ ജനങ്ങളിലേക്ക് എത്തുന്നു. പരമ്പരാഗത മാധ്യമങ്ങൾ അച്ചടിക്കുന്നതിനോ സംപ്രേഷണം ചെയ്യുന്നതിനോ മുൻപ് തന്നെ വാർത്തകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇൻ്ററാക്റ്റീവ് മാധ്യമ പ്രവർത്തനം. വായനക്കാർക്ക്
കമൻറ്റുകളിലൂടെയും ഷെയറുകളിലൂടെയും തങ്ങളുടെ അഭിപ്രായം നേരിട്ട് പ്രകടിപ്പിക്കാനും വാർത്താ പ്രക്രിയയിൽ പങ്കാളികളാകാനും സാധിക്കും. വായനക്കാർക്ക് കമൻറ്റുകളിലൂടെയും ഷെയറുകളിലൂടെയും തങ്ങളുടെ അഭിപ്രായം നേരിട്ട് പ്രകടിപ്പിക്കാനും വാർത്താ പ്രക്രിയകളിൽ പങ്കാളികളാകാനും സാധിക്കും. മൾട്ടിമീഡിയ സാന്നിധ്യം. ടെക്സ്റ്റ് പോസ്റ്റുകൾക്കൊപ്പം ചിത്രങ്ങൾ, ഹ്രസ്വ വീഡിയോകൾ, ലൈവ് സ്ട്രീമിംഗ് എന്നിവ ഉൾപ്പെടുത്തി വാർത്തകൾ കൂടുതൽ ആകർഷകമാക്കുന്നു. ടെക്സ്റ്റ് പോസ്റ്റുകൾക്കൊപ്പം ചിത്രങ്ങൾ, ഹ്രസ്വ വീഡിയോകൾ, ലൈവ് സ്ട്രീമിംഗ് എന്നിവ ഉൾപ്പെടുത്തി വാർത്തകൾ കൂടുതൽ ആകർഷകമാക്കുന്നു. മറ്റൊന്ന് വാർത്താ സ്രോതസ്സായി സോഷ്യൽ മീഡിയ. പ്രമുഖ വ്യക്തികളുടെയും ഭരണാധികാരികളുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇന്ന് പ്രധാന വാർത്താ സ്രോതസ്സുകളായി പത്രപ്രവർത്തകർ ഉപയോഗിക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തികളുടെയും ഭരണാധികാരികളുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇന്ന് പ്രധാന വാർത്താ സ്രോതസ്സുകളായി പത്രപ്രവർത്തകർ ഉപയോഗിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.